ഹലോ ഗൈസ്, നമ്മുടെ ഒരു പിടി ഓർമ്മകളിലെ ബ്ലോഗിലേക്ക് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഒരു ഇലക്ഷൻ ഒരു പിടി ഓർമ്മകൾ എന്ന യൂട്യൂബ് ചാനലിലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. ഇന്ന് ഇന്നത്തെ പരിപാടി അറിയാമോ? നമ്മുടെ ഇലക്ഷന്റെ യുദ്ധം തീരിപ്പിക്കാൻ കുറച്ചെണ്ണുണ്ട്. ഒരുത്തനാണത്. അത് വെള്ള മൂലക ഫ്രോഡാണ്. കേസിന് പ്രസിഡന്റ് ആക്കാം. അതുകൊണ്ട് ചെക്കന് കേസിന് ഒഴിവായി. ആങ്കർ അല്ലേ, എന്തേലൊക്കെ പറയും. നമ്മളിപ്പോ പൊറാട്ടന്റെ അടുത്തേക്കാണ്. എന്താ പറയാ, പൊറാട്ട പറയും. പൊറാട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയും. പൊറാട്ട കോളേജിനെ കുറിച്ച് എന്തെങ്കിലും പറയും. കോളേജ് ഇപ്പൊ ഇലക്ഷന്റെ ഒരു മൂടാണ്, പക്ഷെ ഇന്നൊരു മൂടില്ല. ഈവനിങ് ഷെമീലിന് എന്താ കോളേജിനെ വെച്ച് പറയാനുള്ളത്? കോളേജ് ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല. കോളേജിനെ വെച്ച് കോളേജിനെ കുറിച്ച് പറയും. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകം എന്തൊരു സുന്ദരമാണ്. അവസാനിക്കാൻ പോവല്ലേ? സുഖല്ലേ? ഫുഡ് കഴിച്ചില്ല? ഹാപ്പി അല്ലേ? എന്താ പറയാ, ഇലക്ഷൻ കാലഘട്ടം പാർട്ടി ബേസ് കാലഘട്ടത്തില് പറയുകയാണെങ്കിൽ എലക്ഷൻ ഒരു വൈബ് ഉണ്ട്. സംഭവം ഒരു റോഡ് ഉണ്ട് അല്ലേ? കുറച്ച് റോഡ്. കോളേജിനെ കുറിച്ച് പറയും. ഞാൻ ഇനി വോട്ട് വയ്ക്കാൻ വിചാരിക്കാം. എന്തേലും രണ്ടു വാക്ക് ഇതിനെ പറ്റി. ഇലക്ഷൻ പോലെ നമ്മളെ കർമ്മക്കാരില്ല, അതില് നല്ല സങ്കടമുണ്ട്. സങ്കടത്തിലാണ് മൊത്തം കർമ്മക്കാരുടെ എന്താ പറയാനുള്ളത്? തുറന്ന് കാണിച്ചതൊക്കെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് പറയും. സങ്കടം പോലെ ജോഡികളാണ്. അവർ പറഞ്ഞേക്കേട്ട ഗൈസ്, അവർ ഒന്നിക്കേട്ട ഗൈസ് നടന്നു. എൻജോയ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? കോളേജിനെ പറ്റി കോളേജോ ലൈൻ കാട്ട്. പറയാം, സങ്കടത്തിലാണ്. ഈസി എന്തോ കാട്ടിയാന്നാ തോന്നണേ. എന്താ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? വേറെ ഒന്നുമില്ലല്ലേ? അനക്കൊന്നുമില്ലല്ലേ? പൊറാട്ടക്ക് എന്താ പറയാണ്ടോ? അല്ല, പൊറാട്ടന്റെ ജോലയും കാണിച്ചു. കോളേജ് കഴിയാൻ പോവാണ്. എന്താ വെച്ചാ സങ്കടുണ്ട്. ഇപ്പോ നമ്മളിപ്പോ കട കഴിയോ സാധനം ഇലക്ഷൻ ആയിട്ട് ഒരു വൈബ് ഇല്ലല്ലേ? അതൊരു വലിയൊരു താണ്. പക്ഷേ ബാക്കിയൊക്കെ വൈബുണ്ട്. കോളേജ് വൈബാ. ഇന്ന് ഫസ്റ്റ് മനസ്സിൽ എന്തെങ്കിലും പറയാണ്ടോ വ്ളോഗില്? ക്ഷീണം കോളേജ് ക്ഷീണം. എല്ലാ വ്ളോഗിലും പട്ടികളും. എന്താ പറയാനുള്ളത്? നമ്മളെ ഇവിടുത്തെ കോളേജിന് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാല് ഈ സ്റ്റോറാണ്. സ്റ്റോറിലെ മാങ്ങ സാഹിത്യപരമായി സാഹിത്യപരം പറയുകയാണെങ്കിൽ ഈ കോളേജ് എന്താന്ന് അറിയണമെങ്കിൽ ഇലകളെ പറ്റി പറയണം. ഇലകളൊരു സംഭവമാണ്. ഓരോ ഇലകളും ഒരു ഓർമ്മകളാണ്. ഓരോ വിദ്യാർത്ഥിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത ഈ ഇലകളാണ് ഈ മരങ്ങളിൽ. അങ്കോ തന്നെ പറയാനുള്ളത് ഷീഫ ആങ്കറാ.
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു മാത, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ആയിട്ട് മുട്ടായി ഉണ്ടോ? സൽമാൻ നല്ലൊരു ഉറക്കാണ് സൽമാന് കിട്ടിയെന്ന് എന്താ പറയാനുള്ളേ? അല്ല സുഖണ്ട്. കോളേജില് ക്ഷീണത്തിൽ കോളേജിൽ കടന്നു എന്താ പറയാനുള്ളത് കോളേജിനെ വെച്ച്? നല്ല സൂപ്പർ. ഇതാനൊരു മിഠായി സന്തോഷത്തിലാണ്. ഏകാന്തതയിലൂടെ ഷിഫാന നടക്കുന്നു. ഇപ്പൊ ഫുള്ള് ഏകാന്തതയുള്ളപ്പോ എന്താ പറ്റിയേ? ആദ്യ സഫ പോയ സങ്കടമാണോ ഇനി വേറെ എന്താ മനസ്സിലാവില്ല. സങ്കടത്തിലാണ് നടത്താൻ കണ്ടാ മനസ്സിലാവും നമ്മൾക്ക്. സങ്കടം മുഖത്ത് നോക്കിയോൾ ഗൈസ് കണ്ടില്ലേ. എന്താ പറയാനുള്ളത് വെച്ചാല് അങ്ങനെ പാർട്ടി പറയാനല്ലേ, വേറെന്താ ചെയ്യ് പറഞ്ഞു. അയ്യോ അല്ലക്ക് കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജിനെ പറ്റി നല്ല അഭിപ്രായമാണ്. കോളേജ് വൈബാണ്, നമ്മളെ എൻജോയ് ചെയ്യുന്നത്. റിഷിന് എന്താ പറയാനുള്ളത്? കോളേജ് സൂപ്പറാണ്. ആണോ? അൽഹന്റെ മുല്ലന്റെ അടുത്ത് ഷാല് കുത്തിരിക്കുന്ന അൽഹക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നുണ്ട്. അൽഹന്റെ അടുത്ത് പോവാൻ നോക്കണ്ടേ. എനിക്ക് ലേശം പൊസസീവ് ഉണ്ട്, പക്ഷെ മുല്ല അത് മനസ്സിലാക്കുന്നില്ല. കാണിക്കില്ല. ഞങ്ങള് പ്രവർത്തിക്കാൻ പോവാണ്, പാർട്ടി പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനോട് വോട്ട് അഭ്യർത്ഥിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം ഉള്ളിൽ എന്താണ് നടക്കുന്നത്. കോളേജിനെ പറ്റി എന്താ പറയാണ്ടോ? വളരെ മോശമായി കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? ഹലോ അങ്കോ സൂപ്പർ അല്ലേ? കോളേജ് MMO എന്ന് പറയുമ്പോൾ മറ്റൊരാളെ നിലവിലുള്ള ക്യാമ്പസിൽ ആരേക്കാളും എനിക്ക് വളരെ അടുത്തിരുന്നൊരു ക്യാമ്പസാണ്. കാരണം ഞാനിവിടെ UG പഠിച്ച് 3 വർഷം പഠിച്ചിട്ട് PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റാരേക്കാളും എനിക്ക് ഏറെ വൈകാരികമായിട്ട് ഈ ക്യാമ്പസിനെ അടുത്തറിയാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ പുറത്തുനിന്ന് മറ്റ് പല കാര്യങ്ങളും ക്യാമ്പസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലെ ലോകം എന്ന് പറയുന്നത് ഏറെ വ്യത്യസ്തമായ ലോകം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തറിയണമെങ്കിൽ ഈ ക്യാമ്പസിന്റെ ഭാഗമായവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും പറയാനില്ല, ഇവിടെ വന്നാൽ മാത്രമായി ഇത് എന്താ ഏതാന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഉഷാറാണ് പരിപാടി. പറയേ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനകത്ത് ലോൺലിയാ തോന്നുന്നു. ഡിപ്രഷൻ ആണോ പെണ്ണ് തെറ്റാണോ എന്താ പറയുക. എന്നാസ് ലോൺലി ആണ് നടന്ന് ലോങ് വീഡിയോ എടുത്തേനി. അപ്പോൾ അതുപോലെ നശിപ്പിച്ചില്ലേ? ഡിപ്രഷൻ വീഡിയോ ഇറക്കാൻ വിചാരിച്ചു. ഡിപ്രഷൻ വീഡിയോ കട്ട കിട്ടിയ വ്ലോഗ് ഉണ്ടോ മാസവള് കുറച്ച് വയസ്സാ നമ്മൾ ബാസിനോടാ ചോദിക്കണേ. ബാസി പറയും. എന്താ പറയണ്ടേ? MMO അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു ഇഷ്ടമില്ല, അടിപൊളി. നമുക്ക് വെള്ളം കുട്ടികൾ വെക്കാൻ ഇൻവെർട്ടർ കോളേജ് കോളേജൊക്കെ അടിപൊളിയായി പോകുന്നുണ്ട്. ഉഷാറാണോ? ഉഷാറാണ്. നമുക്ക് ഉഷാറാണോ? സങ്കടത്തില അതില് ഡിപ്രഷൻ തീർക്കാൻ വന്നിരിക്കുകയാണ് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് FT ഷിഫ എന്താ പറയാനുള്ളത് കോളേജിനെ വെച്ച്? ഉഷാറില്ല, ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദനം കുറവാണ് ഇന്നത്തെ കേസിൽ. മൊത്തത്തില് കുഴപ്പമില്ല. ഒറ്റ കടി വരുമോ? ഒരു കടി ഇനി വെച്ചാൽ അതിൽ സ്റ്റോറേജ് കുറേ ഇങ്ങനെ ഫായിസിനെ കടിച്ചത് എന്ത് ഇന്നും കടിച്ചു.